ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 23-നാണ് ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിച്ചത്. 3-ാം തീയതി 9:45-നാണ് അടുപ്പിൽ തീ പകരുന്നത്. 2:15-ന് പൊങ്കാല നിവേദ്യം നടക്കും. അന്നേ ദിവസം രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് മാർച്ച് 4-ന് രാത്രി 12:45-ന് നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കും. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് വളരെയേറെ പ്രത്യേകതകളും ദൈവികമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും കിട്ടത്തക്കവണ്ണമുള്ള ഒരു സന്ദർഭത്തിലാണ്, ചന്ദ്രഗ്രഹണ സമയത്താണ് നടക്കുന്നത്. ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പൊങ്കാല 9:45-ന് പണ്ടാര അടുപ്പിൽ തീ പകരുകയും ആ തീ ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് 2:15-ന് നിവേദ്യം നടത്തുന്നത്. നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ജ്യോതിഷ നിർദ്ദേശമനുസരിച്ചാണ് 3:10 മുതൽ വൈകുന്നേരം 7 മണി വരെ ഭക്തജനങ്ങൾക്ക് ദർശനം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് അന്ന് വരുന്ന താലപ്പൊലികളുടെ സമയത്തിൽ കുറച്ച് കുറവുകൾ വരും. അതുകൊണ്ട് ട്രസ്റ്റിലെ എല്ലാവരുമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് താലപ്പൊലിക്കാർ കഴിയുന്നതും 1:30 മണിക്ക് മുമ്പായിട്ട് ദേവീ സന്നിധിയിലെത്തി ദർശനം നടത്തിയാൽ കൊള്ളാമെന്ന് ഉണ്ട്. അത് പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത് 132 പേരടങ്ങുന്ന ഉത്സവ കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി ജനറൽ കൺവീനർ, ജോയിന്റ് ജനറൽ കൺവീനർ എന്നിവരെയും തിരഞ്ഞെടുത്തു. കുത്തിയോട്ടം, മീഡിയ ആൻഡ് ഇൻഫർമേഷൻ, പ്രസാദ ഊട്ട, പ്രൊസഷൻ ആൻഡ് താലപ്പൊലി, പ്രോഗ്രാം, റിസപ്ഷൻ, വോളണ്ടിയേഴ്സ് എന്നീ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. 9 കമ്മിറ്റികളാണ് നമ്മൾ രൂപീകരിച്ചിട്ട് അതിൻ്റെ കീഴിലാണ് ഓരോ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്നത്. എല്ലാവിധ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. നമ്മളിപ്പോൾ പൊങ്കാല എന്ന് പറയുന്ന ചടങ്ങിലേക്ക് ഉള്ള അവസാനഘട്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വിവിധ യോഗങ്ങൾ കൂടുകയും അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെയും തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും മേയറുടെയും കളക്ടറുടെയും സബ് കളക്ടറുടെയും ഒക്കെ അധ്യക്ഷതയിൽ വിവിധ യോഗങ്ങൾ കൂടുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 5000-ന് മുകളിൽ പോലീസ് അന്ന് ഡ്യൂട്ടിക്ക് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ എസ് വേണുഗോപാൽ, പ്രസിഡന്റ് വി ശോഭ, സെക്രട്ടറി കെ ശരത്കുമാർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.